അപ്പേ എന്തോ നമ്മൾ ചെയ്യുന്ന ഫുഡ് വ്ലോഗുകളില്ലേ, അപ്പൊ അതിന്റെ താഴെ കുറച്ച് പേര് കമന്റ് ചെയ്യാറില്ലേ, അവിടുത്തെ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് എന്താ ചെയ്യാ? ഞാനും അപ്പൂസും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാണ്, അതും മിക്കപ്പോഴും സെക്കൻഡ് ടൈം ഒക്കെ പോകുമ്പോഴാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുള്ളത്. ആരെയും തെറ്റിദ്ധരിപ്പിക്കാറില്ല. പക്ഷേ ഈ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെജോറിറ്റിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ഫുഡ് 100-ൽ 100 പേർക്കും ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ലല്ലോ. പൂർണ്ണമായും ഞങ്ങൾക്ക് തൃപ്തി തോന്നിയ ഫുഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിന് 99% പേരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നീതി പുലർത്തുന്നുണ്ട്. 100% ആവുന്നില്ല ചില വീഡിയോകളിൽ. കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ ആ കടയെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അവിടേക്ക് ആളെ എനിക്ക് എത്തിക്കാൻ പ്രയാസമുണ്ട്. കാരണം നല്ല ഫുഡാണ്, നല്ല പെരുമാറ്റമാണ്. പക്ഷെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കുറേ പേര് ഇരുന്നിട്ട് പുക വലിച്ചുകൊണ്ടിരിക്കും. നേരെ മുന്നിൽ കുറച്ച് പേര് ഇരുന്നിട്ട് മൂത്ത് ഒഴിക്കുന്നുണ്ടാവും. അതിന് അദ്ദേഹത്തിനെ കടക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും 2-3 പ്രാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കിയതാണ് ഇത്തരം ആൾക്കാരോട്. അതൊരു സംസ്കാരമായിട്ട് ഓരോരുത്തർ കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നല്ല ഫുഡ് വീഡിയോസ് ഇനിയും ചെയ്യാം കേട്ടോ. ബി ഹാപ്പി.